നമസ്കാരം. സ്ട്രൈക്ക് ടോക്കറാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറുടെ അപ്രതീക്ഷിത രാജിയിൽ അഭ്യൂഹങ്ങൾ ഏറെയാണ്. രാജിക്കത്തിന്റെ ഉള്ളടക്കത്തിനപ്പുറം ധൻഖർ പ്രതികരിച്ചിട്ടില്ലെങ്കിലും ആരോഗ്യ കാരണങ്ങളല്ലെന്ന് വ്യക്തം. മുതിർന്ന കേന്ദ്ര മന്ത്രിയുമായി ഫോണിൽ നടന്ന തർക്കവും രാജ്യസഭയുടെ കാര്യോപദേശക സമിതി യോഗത്തിൽ നിന്ന് മുതിർന്ന കേന്ദ്രമന്ത്രിമാർ വിട്ടുനിന്നതും പ്രശ്നം സങ്കീർണമാക്കിയെന്നാണ് സൂചന. ധൻഖറിന് യാത്രയയപ്പ് നൽകാത്തതും ചർച്ചയാക്കുകയാണ്. വിടവാങ്ങൽ പ്രസംഗവും ഉണ്ടായില്ല. രാജിക്ക് പിന്നിൽ വിശദീകരിക്കാൻ കഴിയാത്ത നിഗൂഢതയുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. തിങ്കളാഴ്ച വൈകുന്നേരം വരെ രാജ്യസഭ നിയന്ത്രിച്ച ധൻഖർ രാത്രിയോടെ പെടുന്നതിന് രാജി നൽകിയതിൽ പ്രതിപക്ഷ എംപിമാരും ആശയക്കുഴപ്പത്തിലാണ്. കുറച്ചു കാലമായി ധൻഖറും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഉരസലുകൾ തിങ്കളാഴ്ച പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയായിരുന്നു. വീട്ടിൽ പണം കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ കുറ്റവിചാരണ ചെയ്യുന്നതിനുള്ള നോട്ടീസുമായി ബന്ധപ്പെട്ട് ധൻഖറും സർക്കാരും തമ്മിൽ അലോസരമുണ്ട്. രാജ്യസഭയിൽ ഭരണപക്ഷ നോട്ടീസുകൾ സ്വീകരിക്കും മുൻപ് പ്രതിപക്ഷ അംഗങ്ങളുടെ നോട്ടീസ് കൈപ്പറ്റിയതും തുടർ നടപടികൾക്ക് സെക്രട്ടറി ജനറലിന് നിർദ്ദേശം നൽകിയതും ബിജെപിക്കും കേന്ദ്ര സർക്കാരിനും ക്ഷീണമായി. ഇതടക്കമുള്ള വിഷയങ്ങളാണ് മുതിർന്ന കേന്ദ്രമന്ത്രി ധൻഖറുമായി ഫോണിൽ സംസാരിച്ചത്. ഇത് ഇരുവരും തമ്മിലുള്ള തർക്കത്തിലേക്ക് നീങ്ങിയതോടെ ഉപരാഷ്ട്രപതി എന്ന നിലയിൽ തനിക്കുള്ള അധികാരങ്ങൾ ധൻഖർ ഓർമ്മിപ്പിക്കുന്നതിലേക്ക് എത്തി കാര്യങ്ങൾ. ഖേദകരമല്ലാത്ത നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന മന്ത്രിയുടെ മറുപടിയാണ് ധൻഖറെ ചൊടിപ്പിച്ചത്. ധൻഖർ തിങ്കളാഴ്ച വൈകുന്നേരം വിളിച്ച രാജ്യസഭയുടെ കാര്യോപദേശക സമിതി യോഗത്തിന് സഭാ നേതാവ് കൂടിയായ മന്ത്രി JP നഡ്ഡയും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും എത്തിയില്ല. ഇത് തന്നെ മനഃപൂർവ്വം അവഹേളിക്കുന്നതായി ധൻഖർ തിരിച്ചറിഞ്ഞു. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് അധ്യക്ഷനുമായ മല്ലികാർജുൻ ഖാർഗെക്ക് ദീർഘമായി സംസാരിക്കാൻ ധൻഖർ അവസരം നൽകിയതിൽ ഭരണപക്ഷത്തിന് നീരസമുണ്ടായിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നഡ്ഡ ഖാർഗെയുമായി സഭയിൽ കൊമ്പുകോർക്കുകയും ചെയ്തു. പാർലമെന്റിനകത്തും പുറത്തും ധൻഖർ നടത്തിയ പ്രസ്താവനകൾ പൊതുവെ BJPയെ തുണയ്ക്കുന്നതിനാണെങ്കിലും ചില ഘട്ടങ്ങളിൽ വാവിട്ട വാക്കുകൾ പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കി. കർഷകരോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനത്തെ മുൻപ് ധൻഖർ ചോദ്യം ചെയ്യുകയും കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനെ വിമർശിക്കുകയും ചെയ്തത് നേതാക്കൾക്ക് രുചിച്ചില്ല. അടുത്ത കാലത്ത് ധൻഖർ പ്രതിപക്ഷവുമായി അടുക്കുന്നുവെന്ന ധാരണ BJPക്കും സർക്കാരിനുമുണ്ടായി. 142 അനുച്ഛേദം സുപ്രീം കോടതി ഉപയോഗിക്കുന്നത് ജനാധിപത്യത്തിന് നേരെയുള്ള ആണവ മിസൈലാണെന്ന് ധൻഖർ കുറ്റപ്പെടുത്തിയിരുന്നു. ബില്ലുകളിൽ സമയക്രമം നിശ്ചയിച്ച സുപ്രീം കോടതി വിധിയെ വിമർശിച്ചിരുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.